ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ പഠിക്കുന്നവരായിരിക്കും, അത് PSC ആയിക്കോട്ടെ അല്ലെങ്കിൽ 10th +2 ഡിഗ്രി എന്തായിക്കോട്ടെ, പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമായിരിക്കും മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ഉറക്കം വരുന്നു, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, പഠിച്ചതൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പഠിക്കുന്നവരോട് ചോദിച്ചാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നിസ്സാരമായിട്ടുള്ള കുറേ കാരണങ്ങൾ നിങ്ങളുടെ തന്നെ മിസ്റ്റേക്കുകളായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് അതിനൊന്നും കഴിയാത്തത്. അപ്പോൾ അങ്ങനെയുള്ള മിസ്റ്റേക്സൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇരട്ടി വേഗത്തിൽ പഠിക്കാനും പഠിച്ചതെല്ലാം അതുപോലെ തന്നെ ഓർത്തിരിക്കാനുമുള്ള ഒരു 10 ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് നോക്കാം. നിങ്ങൾ പഠിക്കാനിരിക്കുന്നവർ പലരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്താണ് പഠിക്കാനിരിക്കുന്ന സ്ഥലം. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പഠിക്കാനിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കാം, ബെഡ്റൂമിലിരുന്ന് പഠിക്കുന്നവരുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഹാളിലിരുന്ന് പഠിക്കുന്നുണ്ടാവും. അങ്ങനെ ഓരോ സ്ഥലങ്ങളും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ ബെഡ്റൂമിലിരുന്ന് പഠിക്കുന്നവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ, നമുക്ക് ബെഡ്റൂമിലിരുന്ന് ഫാനൊക്കെ ഇട്ടിട്ട് ഇന്ന് പഠിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ള മൂഡല്ല വരിക. സ്വാഭാവികമായിട്ടും എന്തിനായിരിക്കും, ഉറങ്ങാനുള്ള മൂഡായിരിക്കും വരിക. അപ്പോൾ ബെഡ്റൂമിലിരുന്ന് പഠിക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ അനുയോജ്യമാണ്, നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് നമ്മളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ മാത്രമായിരിക്കണം ഉണ്ടാവേണ്ടത്. നമ്മുടെ ശ്രദ്ധ മറ്റുള്ളതിലോട്ടൊന്നും തിരിഞ്ഞു പോകാതെ നമുക്ക് പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ, ഒരു ടേബിളൊക്കെ ഇട്ട് അതിൻ്റെ മേലെ കുറച്ച് ബുക്സ്, നിങ്ങൾക്ക് പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പഠിക്കുമ്പോൾ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് മെയിനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നമ്മുടെ പഠനത്തിൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തും എന്ന് തോന്നുന്ന സാധനങ്ങളൊന്നും, വസ്തുക്കളൊന്നും നമ്മുടെ അടുത്ത് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് മൊബൈൽ ഫോണ്, അതുപോലെ TV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, അങ്ങനെ നമ്മുടെ പഠനത്തിൻ്റെ കോൺസെൻട്രേഷൻ മാറ്റുന്നു, നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യിക്കുന്ന ഒരു വസ്തുക്കളും നമ്മൾ പഠിക്കുന്നതിൻ്റെ അടുത്ത് വയ്ക്കാതിരിക്കുക. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈലിൽ ഒരു കോൾ വന്നു, അല്ലെങ്കിൽ മെസ്സേജ് വരും, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്രദ്ധ എന്തായാലും അതിലോട്ട് പോകും. നമ്മൾ പിന്നെ കുറച്ച് നേരം ഫോൺ നോക്കിക്കൊണ്ടിരിക്കാനുള്ള പ്രവണത ഉണ്ടാവും. അപ്പം നമ്മുടെ ടൈമും വേസ്റ്റ് ആവും, അതുപോലെ തന്നെ നമ്മൾ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനും പോകും, നമ്മുടെ കോൺസെൻട്രേഷനും നഷ്ടപ്പെടും. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ മെയിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്തുന്ന ഇങ്ങനെ മൊബൈൽ, കമ്പ്യൂട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പഠിക്കുന്ന ഭാഗത്ത് നിന്നും പാടെ ഒഴിവാക്കുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ നമുക്ക് കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുകയല്ല, നമ്മൾക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ആ ടൈം ടേബിളിൽ നമ്മൾ ഏതൊക്കെ ആദ്യം പഠിക്കണം, അല്ലെങ്കിൽ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്കാണ് ഏറ്റവും അധികം സമയമെടുത്ത് പഠിക്കേണ്ടത്, അങ്ങനെ ഒരു ചിട്ടപ്പെടുത്തിയ ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കണം. ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിന് ഓരോ സമയം നിശ്ചയിച്ച് ആ നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കണം. കാരണം ടൈമിനുള്ളിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടാകണം. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാൻ പഠിച്ചു തീർക്കും, ആ സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കണം എന്നുള്ളൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ടൈം ടേബിൾ എന്നുള്ള വാക്കുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലൊരു ടൈം ടേബിൾ എന്ന് പറയുന്നത് എല്ലാവരും പഠിക്കുന്ന എല്ലാവർക്കും തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അയ്യോ ഇത് പഠിച്ച് തീർക്കണമല്ലോ എന്ന് ചിന്തിച്ചിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാതെ, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും അതിനോടൊരു ഇഷ്ടമുണ്ടായിരിക്കണം. നമുക്ക് ഇഷ്ടത്തോടെ പഠിച്ചാൽ മാത്രമേ അത് നമ്മുടെ മൈൻഡിൽ കയറത്തുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് ഇപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചപ്പോൾ നമ്മൾ നോക്കാം. എക്സാമ്പിൾ നോക്കുകയാണ്, ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരികയോ ബോറടിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം എന്താണ്, നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പഠനവും അതുപോലെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമുക്ക് പഠിക്കാനായിട്ട് ഇച്ചിരി മൂഡില്ലാത്തിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടൊന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വേണം നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് അതിൽ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതിൽ വിജയത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന നല്ല കാര്യങ്ങൾ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അത് മറ്റുള്ളവരുടെ ടീച്ചേഴ്സിൻ്റെയോ പാരൻസിൻ്റെയോ ഒക്കെ അപ്രീസിയേഷൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മെഡൽസോ അല്ലെങ്കിൽ ജോലിയോ എന്താണോ അതിലൂടെ നമുക്ക് കിട്ടുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കുക. അങ്ങനെ സ്വപ്നം ഉണ്ടായിരിക്കണം. അപ്പോൾ സ്വപ്നങ്ങൾ, ഡ്രീംസ് ഉള്ളവർക്ക് മാത്രമാണ് ആ പഠനം എന്ന് പറയുന്നത് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ
കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടക്കും എന്നുള്ളൊരു പോസിറ്റീവ് മൈൻഡോട് കൂടി വേണം നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കാൻ. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പഠനം എന്തായാലും നമ്മൾ പഠിക്കും, അതിനോടൊരു ഇഷ്ടം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഇനി 5ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന ഒരു സമയത്ത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ ഇരുന്ന് പഠിക്കുക, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് പഠിക്കാതെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഇടവിട്ടിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അങ്ങനെ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് സമയനഷ്ടമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ ഒരിക്കലുമല്ല. നമ്മളങ്ങനെ ബ്രേക്ക് ഇട്ട് പഠിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ആവാൻ അതിനൊരു കുറച്ച് സമയം, ഇത്ര സമയം പഠിച്ചാലേ അത് ഓർമ്മയിൽ നിൽക്കുള്ളൂ എന്നുള്ളൊരു കണക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ, അത് ഓരോരുത്തരുടെയും ബ്രെയിനിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് ഇട്ടിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് മൈൻഡിന് ഒരു റിലാക്സും ആകും. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് വളരെ നല്ലൊരു വഴിയാണ് നമ്മൾ ബ്രേക്ക് എടുത്ത് വേണം പഠിക്കാൻ. അപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ചു, ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത സബ്ജക്റ്റിലോട്ട് കടക്കുക. അങ്ങനെ നമ്മൾ ബ്രേക്ക് ഇട്ട് വേണം പഠിക്കാനായിട്ട്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് ഇരുന്ന് പഠിക്കുക എന്ന് പറയുന്നത് പഠിക്കുമായിരിക്കും, പക്ഷെ നമുക്കതിന് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. എക്സാമിന് നമുക്കത് കറക്റ്റായിട്ട് ഓർമ്മ നിൽക്കണമെന്നില്ല. അപ്പോൾ ബ്രേക്ക് എടുത്ത് വേണം നമ്മൾ എന്ത് കാര്യവും പഠിക്കാനായിട്ട്. 6ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും നിങ്ങളുടെ സ്വന്തമായിട്ട് ഒരു നോട്ട് ഉണ്ടാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് അതിൽ കാണുന്നത് അതുപോലെ പകർത്തി എഴുതുക എന്നുള്ളതല്ല. നമ്മൾ ഒരു ഭാഗം വായിക്കുമ്പോൾ ആ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മുടെ സ്വന്തം കൈപ്പടയിൽ ഒരു നോട്ട് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നത് ഒന്ന് നമുക്ക് പഠിക്കുമ്പോൾ ഉള്ള ബോറടി മാറിക്കിട്ടും. നമ്മൾ എന്തെങ്കിലും ഒരു എഴുതുക എന്നുള്ളത് ഒരു പ്രവൃത്തിയാണ് അല്ലേ, നമ്മൾ കൈ കൊണ്ട് ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് പഠനത്തിൽ കുറേ നേരം ഒരുമിച്ച് വെറുതെ വായിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരുന്നൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മൾ എഴുതി പഠിക്കുകയാണെങ്കിൽ ആ ഉറക്കം വരുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ 2ാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ എഴുതുമ്പോൾ വായിക്കുകയും അതിനോടൊപ്പം നോട്ട് ചെയ്യുകയും കൂടെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും കൂടെ അതിൽ ശ്രദ്ധ തിരിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അത് മൈൻഡിൽ സെറ്റ് ആവും. പിന്നെ 3ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കാനായിട്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതി വെക്കുകയാണെങ്കിൽ എക്സാം ടൈമിൽ ആ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓടിച്ച് വായിച്ച് വിട്ട് പോകാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ഒരു നോട്ട് ബുക്കും പെന്നും നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. നമ്മൾ വായിക്കുന്ന ഭാഗത്തെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ അതിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 7ാമത്തെ കാര്യം എന്ന് പറയുന്നത്, കണക്റ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ചുമ്മാ ഇരുന്ന് പഠിക്കാതെ നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നമ്മുടെ ലൈഫുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വസ്തുക്കളുമായിട്ടോ എന്തെങ്കിലും സംഭവങ്ങളുമായിട്ടോ ഏതെങ്കിലും സിനിമയുമായിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും കഥകളുമായിട്ടോ പാട്ടായിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കാം, നമുക്കൊരു സിനിമ കണ്ടാൽ അതിൻ്റെ കഥ നമ്മൾ എപ്പോൾ ചോദിച്ചാലും നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എന്താണ്, നമ്മളത് കണ്ടത് കൊണ്ട് നമുക്കത് മറക്കില്ല അല്ലേ. അപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ അതിനെക്കുറിച്ചൊരു ചിത്രം ഉണ്ടായിരിക്കണം, മെൻ്റൽ ഇമേജ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കണ്ട കാര്യം നമ്മൾ ഒരിക്കലും മറക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് പഠനത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് പഠിക്കുമ്പോഴും കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, കോഡുകൾ ഉപയോഗിച്ചിട്ട് കഥകളുടെ രൂപത്തിലോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ പഠനം ഈസി ആക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഈസിയായി കണക്ട് ചെയ്ത് കോഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി 8ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ പഠിക്കുന്നവരാരായാലും തന്നെ നമ്മളൊരു ശീലമുണ്ട്. നമ്മളിപ്പോൾ ഒരു 8 മണിവരെ പഠിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഒരു 7:50 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു 7:45 ആകുമ്പോഴേക്കും തന്നെ നമ്മൾ പഠനം സ്റ്റോപ്പ് ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. അതിന് പകരമായിട്ട് നമ്മൾ എന്ത് കാര്യം പഠിക്കാൻ ഒരു ടൈം വെച്ചിട്ടുണ്ടോ അതിനെക്കാട്ടിലും ഒരു 5-10 മിനിറ്റ് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്ന് നമുക്ക് എന്താ ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം നമ്മളൊരു 5-10 മിനിറ്റ് എക്സ്ട്രാ പഠിക്കുമ്പോൾ നമുക്ക് അധികം സ്ട്രെയിൻ ഒന്നും തോന്നില്ല. ഒരു 5 മിനിറ്റ് എക്സ്ട്രാ വായിക്കുന്നതുകൊണ്ട് വലിയ സ്ട്രെയിൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളത് ഡെയിലി അങ്ങനെ 5 മിനിറ്റ് കൂടുതലായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഒരു മാസത്തിൽ നമ്മൾ എത്ര ടൈം എക്സ്ട്രാ പഠിക്കും, അത് ഒരു വർഷമാകുമ്പോഴോ. അപ്പം നമ്മൾ ഒരുപാട് സ്ട്രെയിൻ എടുക്കാതെ തന്നെ, നമുക്ക് ഒരുപാട് കഷ്ടം തോന്നാതെ തന്നെ നമ്മൾ നമ്മുടെ ടൈം, പഠിക്കുന്നതിൻ്റെ ടൈം കൂടുകയാണ് അല്ലേ. അപ്പം നമുക്ക് സ്ട്രെസ്സൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പഠനത്തിൻ്റെ സമയം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ എന്ത് പഠിക്കുമ്പോഴും നമ്മൾ പറഞ്ഞ സമയത്തിന് മുന്നേ അവസാനിപ്പിക്കുന്നതിന് പകരം ഒരു 5-10 മിനിറ്റ് കൂടുതൽ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നമ്മൾ അറിയാതെ തന്നെ നമുക്ക് പഠനത്തിൻ്റെ ടൈം നമ്മളിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇനി 9ാമത്തെ കാര്യം എന്ന് പറയുന്നത്,
നിങ്ങളുടെ പഠനം എഫക്റ്റീവ് ആവണമെങ്കിൽ, നിങ്ങൾക്ക് മറക്കാതിരിക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ് നിങ്ങൾ പഠിച്ച കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ചില ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിനുള്ളതിനെക്കാട്ടിലും അവർക്ക് ഓർമ്മശക്തിയും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവും ഒന്നുകൂടെ കൂടിയിട്ടുണ്ടാവും. എപ്പോൾ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ഓരോ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവരുടെ അറിവും വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരെങ്കിലും ആയിട്ട് അവർക്കൊന്ന് പറഞ്ഞു കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഇന്നതൊക്കെ പഠിച്ചു, ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എഴുതി പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കുക. നിങ്ങൾക്ക് ആ കാര്യത്തെപ്പറ്റി എത്ര അറിവുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാനായിട്ടും ആ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും നിൽക്കും. നമുക്ക് പിന്നീട് അത് ഒരിക്കലും മറന്നു പോകത്തില്ല. അപ്പോൾ എന്തായാലും എന്ത് കാര്യം പഠിച്ചാലും നമ്മളത് ഒരാളായിട്ട് പറഞ്ഞു കൊടുക്കും, മറ്റുള്ളവരെ പഠിപ്പിക്കുക. ടീച്ച് സംവൺ എൽസ് എന്നുള്ളത് വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് പറയുന്നത് റിവിഷനാണ്. നമ്മൾ എന്ത് കാര്യം പഠിച്ചിട്ട് കാര്യമില്ല, ആ പഠിക്കുന്ന കാര്യം നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്യുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ പഠനം ഇരിക്കുന്നത്. അതായത് സൈക്കോളജിയൊക്കെ അനുസരിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചൊരു കാര്യം ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് ശതമാനം നമ്മളുടെ ഓർമ്മയിൽ നിന്ന് പോകും. അത് ഒരു മാസം കഴിയുമ്പോൾ കുറച്ചുകൂടെ പോകും, അത് ഒരു വർഷം കഴിയുമ്പോൾ അത്രയും പോകും. അങ്ങനെ പേഴ്സൻറ്റേജ് അനുസരിച്ചിട്ട് നമ്മുടെ മെമ്മറിയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അങ്ങനെ മറന്നു പോകാതിരിക്കാൻ ആകെയുള്ള വഴി റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇപ്പോൾ 2 ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ, ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം റിവൈസ് ചെയ്യുക. അങ്ങനെ ഒരു കറക്റ്റ് ടൈം അനുസരിച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പോവുക. എങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയുടെ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അത് ഓർമ്മയിൽ വരാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് പിന്നെ കുറേ മാസങ്ങൾ കഴിഞ്ഞ് നമ്മൾ എക്സാമിന് പോകുമ്പോഴേക്കും ആ പഠിച്ച കാര്യങ്ങളൊക്കെ പകുതി മുക്കാലോളം മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിൽ നിൽക്കാനുള്ള ആകെയുള്ള വഴി എന്ന് പറയുന്നത് റിവിഷനാണ്. അപ്പോൾ റിവൈസ് മോർ, റിവിഷൻ നല്ലപോലെ ചെയ്താൽ മാത്രമേ നമ്മുടെ മെമ്മറിയിൽ പഠിച്ച കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഒരു മാസം ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.